ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഒന്നാമത്തെ പാഠഭാഗമാണ്. ഒന്നാമത്തെ പാഠഭാഗത്തിൻ്റെ പേര് ആംഗിൾസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒന്നാമത്തെ ഈ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഓക്കെ, when lines joins, remember how we drew various shapes join lines straight up and slanted. അപ്പോൾ കുത്തനെയും അതുപോലെ തന്നെ ചെരിച്ചിട്ടൊക്കെ വര ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രൂപങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദ സെക്ഷൻ ലൈൻ മാച്ച് ഓഫ് ദ ലെസൺ ലൈൻസ് ആൻഡ് സർക്കിൾസ് ഇൻ ദ ക്ലാസ് 5 ടെക്സ്റ്റ് ബുക്ക്. 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്നുള്ള പാഠഭാഗത്തിൽ നമ്മളത് പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ വരച്ചിട്ടുള്ള കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഈച്ച് ഓഫ് ദീസ് ഫിഗേഴ്സ് ഹാസ് 4 കോർണേഴ്സ് ആൻഡ് അറ്റ് ഈച്ച് കോർണർ 2 ലൈൻസ് മീറ്റ്. അപ്പോൾ എന്താ പറയുന്നത്, ഈ ഓരോ ചിത്രത്തിനും 4 കോർണേഴ്സ് ഉണ്ട്. ഇവിടെ നോക്കൂ, ഒന്നാമത്തെ ചിത്രം ഇതാണ്. ഇതൊരു കോർണർ അല്ലേ, ഒരു കോർണർ, ഇതൊരു കോർണർ, ഇതൊരു കോർണർ, ഇതൊരു കോർണർ, അങ്ങനെ ഇതിന് 4 കോർണർ ഉണ്ട്. ഇനി രണ്ടാമത്തെ ചിത്രമായ ഇതിന് 1 2 3 4 കോർണർ ഇതിനുമുണ്ട്. 1 2 3 4 കോർണർ എന്തുണ്ട് ഈ ചിത്രത്തിനും ഉണ്ട്. അപ്പോൾ ഈ കോർണർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മൾ ഒരു കോർണർ ഉണ്ടാകണമെങ്കിൽ അവിടെ എന്ത് വേണം? 2 ലൈൻസ് ടുഗെദർ ആയിട്ട് വരണം. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ ലൈൻസ് ഇങ്ങനെ വന്ന് ഇവിടെ ഇത് വരുമ്പോഴാണ് ഒരു കോർണർ ക്രിയേറ്റ് ആവുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും 2 ലൈൻസ് വരുമ്പോൾ മാത്രമേ ഒരു കോർണർ അവിടെ മീറ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, 2 ലൈൻസ് ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ അവിടെ ഒരു കോർണർ ഉണ്ടാവുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കുക. ലെറ്റ്സ് ലുക്ക് അറ്റ് ദീസ് ഡിഫറെൻറ്റ് പെയേഴ്സ് ഓഫ് ദ ലൈൻസ് ഇൻ ദ ഫസ്റ്റ് ഫിഗർ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഫിഗറിനെ ഒന്നും കൂടെ ഓരോ സെക്ഷൻ ഓരോ കോർണർ വൈസ് ആയിട്ടാണ് താഴെ വരച്ചിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ഒന്നാമത്തെ കോർണർ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, ഈ കോർണറാണ്. അതിനെ നമ്മൾ ഈ 2 ലൈൻസ് ടുഗെദർ ചെയ്യുമ്പോൾ ഈ കോർണർ ഉണ്ടാകുന്നത് വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ കോർണറാണ്, അതാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു കോർണർ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ കോർണറാണ്, അതാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ള ഈ കോർണർ. നെക്സ്റ്റ് വൺ ഈ കോർണറാണ്, അതാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇവിടെ എല്ലാം എന്താണ്, 2 ലൈൻസ് വരികയാണ് അല്ലേ. ഇങ്ങനെ എങ്ങനെയാണെങ്കിലും 2 ലൈൻസ് കൂട്ടിമുട്ടുമ്പോൾ മാത്രമേ അവിടെ ഒരു കോർണർ ഉണ്ടാവുന്നുള്ളൂ. അത് തന്നെയാണ് താഴെയും പറഞ്ഞിട്ടുള്ളത്. ഇനി അതിന് താഴെ തന്നിട്ടുള്ളത് ഇതിലെ രണ്ടാമത്തെ പിക്ചറിനെയാണ്. വാട്ട് അബൌട്ട് ദ പെയേഴ്സ് ഓഫ് ദ സെക്കൻഡ് പിക്ചർ? സെക്കൻഡ് പിക്ചേഴ്സ് പെയേഴ്സും സെയിം ആണ്. 2 ലൈൻസ് വരുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? കോർണർ ക്രിയേറ്റ് ആവുന്നു, കോർണർ ഉണ്ടാവുന്നു. എ ഫിഗർ ഫോംഡ് ബൈ 2 ലൈൻസ് മീറ്റ് അറ്റ് എ പോയിന്റ് ഈസ് കോൾഡ് ആൻ ആംഗിൾ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഇത് കോർണർ ആണെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ കോർണർ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ്, ഓക്കെ, ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആംഗിൾ എന്ന് പറയുന്നത്. എ ഫിഗർ ഫോംഡ് ബൈ 2 ലൈൻസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഈസ് കോൾഡ് ആൻ ആംഗിൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, this each of the 3 figures seen first as 4 angles. Now look at the bottom left corners of these. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പിക്ചേഴ്സിലെ ലെഫ്റ്റ് കോർണേഴ്സ് ആണ് ഈ 3 എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇതാണ് ഒരു ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിളിനെ നമ്മൾ ഇങ്ങനെയാണ് വരച്ചു കൊടുക്കാറ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ആംഗിൾസ്? ഈ 3 ആംഗിളും ഒരേപോലെയാണോ? അല്ല, ഇത് കുറച്ചും കൂടെ എന്തുണ്ട്, ഇതിന് വിഡ്ത്ത് കൂടുതലാണ് അല്ലേ, ഇത്രയും ഉണ്ട്, ഇത് ഇത്രയേ ഉള്ളൂ, ഇതെന്ന് പറയുന്നത് ഇത്രയും ഉള്ളൂ. അപ്പം അത് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് നോക്കൂ, ദ ലൈൻസ് ഇൻ ദ മിഡിൽ ഫിഗർ ആർ എ ബിറ്റ് മോർ സ്പ്രെഡ് ഔട്ട് ദാൻ ദ ലൈൻസ് ഇൻ ദ റൈറ്റ് ഫിഗർ ഇസിൻറ്റ് ഇറ്റ്. എന്താ പറയുന്നത്? നമ്മളെടുത്ത് പറയുന്നത്, നമ്മൾ ഇതിൽ നടുവിലുള്ള ചിത്രങ്ങളുടെ ഓരോ വലയും അതിൻ്റെ ലെഫ്റ്റിലുള്ള ചിത്രങ്ങളേക്കാൾ അല്പം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വിഡ്ത്ത് കൂടുതലാണ്. ഇൻ ദ ലെഫ്റ്റ് ഫിഗർ ദ ലൈൻസ് ആർ സ്പ്രെഡ് ഔട്ട് ഈവൻ മോർ ആൻഡ് ദ ടോപ്പ് ലൈൻസ് ഈസ് സ്ട്രൈറ്റ്. അതുപോലെ തന്നെ അതിൻ്റെ ലെഫ്റ്റിൽ കാണുന്നതിൽ എന്താണ്? ലെഫ്റ്റ് ഫിഗറിന് ഓരോന്ന് ഇങ്ങനെ കുത്തനെയായിട്ട് നിൽക്കുന്ന പോലെയാണ് കാണുന്നത്. Then, so we can say that the angle on the right is the smallest and the middle on larger than the left one of the largest. അപ്പോൾ അതിലെ
റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, വളരെ സ്മോൾ ആണ്. അതുപോലെ തന്നെ മിഡിൽ എന്ന് പറയുന്നത് അതിനേക്കാൾ ഒന്നും കൂടി ലാർജർ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഏറ്റവും ലെഫ്റ്റിലുള്ളത് വളരെ ബിഗ് ആണ്, അതിനേക്കാൾ ചെറുതാണ് തൊട്ടടുത്ത്. അതിങ്ങോട്ട് റൈറ്റിലേക്ക് പോകുമ്പോൾ നല്ല ചെറുതാണ്, ആംഗിൾസ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ദെൻ സീ ദിസ് പിക്ചേഴ്സ്, ഇവിടെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഈസ് ദ ലാർജർ ആംഗിൾ, ഇതിൽ ഏതാണ് ലാർജർ എന്ന് പറയുന്നത്? ഇതാണല്ലേ, കാരണം ഇത്രയും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, ഇത്രയും വിടുത്തുണ്ട്, ഇതിനോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ലാർജർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ലാർജർ. ദ ലൈൻസ് ഓഫ് ദ ആംഗിൾ ഓൺ ദ റൈറ്റ് ആർ മോർ സ്പ്രെഡ് ഔട്ട് ആൻഡ് സോ ഇറ്റ്സ് ലാർജർ ആംഗിൾ. അപ്പോൾ എന്താണ് ഇതിലെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഇതിലെ റൈറ്റിലുള്ളതാണ് എന്ത് ലാർജ് ആയിട്ട് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. വാട്ട് അബൌട്ട് ദീസ് പിക്ചേഴ്സ്, ഈ 2 പിക്ചേഴ്സ് നിങ്ങൾ നോക്കൂ, ഇതിൽ ഏതാണ് ലാർജ്? ഇത് ഇത്രയുണ്ട്, ഇതും ഇത്രയുണ്ട്. ഇതിലെ രണ്ടും എന്താണ്, സെയിം ആണ്, രണ്ടും ഈക്വൽ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഇത് കറക്റ്റാണോ എന്ന് നോക്കണമെങ്കിൽ ഇതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം, എങ്കിൽ മാത്രമേ ഇതിലേതാണ് ബിഗ് അല്ലെങ്കിൽ സ്മോൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്കൊരു നോട്ടത്തിലൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഡിഫിക്കൽട്ട് ടു സേ ഈസിൻ്റ് ഇറ്റ്, നമുക്ക് ഡിഫിക്കൽട്ടാണ് ഇത് പറയാൻ വേണ്ടിയിട്ട്. ടു കമ്പയർ ദീസ് വി മസ്റ്റ് ബി ഏബിൾ ടു മെഷർ ആംഗിൾസ് എക്സാക്ട്ലി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത് പറയണമെങ്കിൽ എക്സാക്ട്ലി ഇതിൻ്റെ ആംഗിൾസ് നോക്കണം. These are in instrument is near ജോമെട്രി ബോക്സ് ജസ്റ്റ് ഫോർ ദിസ്. എന്താണ്, ഇതാണ് നമ്മൾ ആംഗിൾ നോക്കുന്ന സാധനം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് പൊട്രാക്ടർ. എന്താ പറയുക, നമ്മൾ പൊട്രാക്ടർ എന്നാണ് ഇതിന് പറയുന്നത്. നിങ്ങളുടെ ബോക്സിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരിക്കും. സീ ദ സെവറൽ ലൈൻസ് ഓൺ ഈച്ച്. ഇതിലെന്താണ്, ഒരുപാട് ലൈൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ, ഒരുപാട് ലൈൻസ് ആണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ലൈൻ ആർ 2 numbers, 1 below and the other. ഇവിടെ 2 നമ്പർ ഉണ്ടായിരിക്കും, ഒരു നമ്പർ ഇവിടെ ഉണ്ടായിരിക്കും അല്ലേ, 0 ആയിട്ടൊരു നമ്പർ ഉണ്ട്, ഇവിടെ 180 ഉണ്ട്, 2 നമ്പർ ഉണ്ട്, ഒന്ന് മുകളിലും ഒന്ന് താഴെയും ഉണ്ട്. ലുക്ക് അറ്റ് ദ ബോട്ടം നമ്പേഴ്സ്. ഇതിലെ ബോട്ടം നമ്പേഴ്സ് നോക്കൂ നിങ്ങൾ. 0, 10, 20, 30, 40 എന്നിങ്ങനെ പറഞ്ഞ് 180 വരെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. 10 ഡിഫറൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ starting with the bottom line marked as 0, there are other lines upward, and as they move up the angles between them and the bottom line become larger and larger. The numbers are there and shows the size of these angles. എന്താ പറയുന്നത്, ഇവിടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് 0 മുതലാണ് അല്ലേ, 0 മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് ഓരോ 10 വീതം മാറ്റത്തോടെയാണ് മുകളിലേക്ക് പോകുന്നത്. ഈ വരകളും താഴത്തെ വരകളും തമ്മിലുള്ള കോണ് എന്ന് പറയുന്നത് കുറച്ച് വലുതായിട്ടാണ് പോകുന്നത്. 10, പിന്നെ അങ്ങോട്ട് 20, പിന്നെ അങ്ങോട്ട് 30, അങ്ങനെ വലുതായിട്ടാണ് പോകുന്നത്. ദ നമ്പർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ലൈൻ ഈസ് 10. അപ്പോൾ ഇതിലെ താഴത്തെ വരിയിലെ ആദ്യത്തെ ഇത് പറയുന്നത് എന്താണ്, 10 എന്നുള്ള ഇതാണ് അല്ലേ. We say that angle between this line and the bottom lines is 10 degree and right 10 degree, and the angle between the bottom lines and line marked a 40 is 40 degree. അപ്പോൾ എന്താണ് ഇവിടെ 10 എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ 10 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഈ പ്രൊട്രാക്ടറിൽ വായിക്കുന്നത് 10 ഡിഗ്രി എന്നതാണ്. ഓക്കെ, 10 ഡിഗ്രീസ് എന്നാണ് വായിക്കുന്നത്. അത് എഴുതുന്നത് 10 എഴുതിയിട്ട് അതിന് മുകളിൽ ചെറിയ ഒരു പൂജട്ട് കൊടുക്കുക, അതിനെയാണ് നമ്മൾ 10 ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി ഇതിൽ 40 എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അത് 14 ഡിഗ്രി ആയിട്ട് മാറും അല്ലേ. ഇത് 10 ഡിഗ്രി ആണ്, ഇത് എന്ന് പറയുന്നത് 14 ഡിഗ്രി ആണ്. അപ്പോൾ 40 ഡിഗ്രി, 10 ഡിഗ്രി, അങ്ങനെ ഓരോ ഡിഗ്രിയിലാണ് ഇത് പോകുന്നത്. വി ക്യാൻ ഡ്രോ ആൻ ആംഗിൾ ലൈക്ക് ദിസ് ഓൾസോ. അപ്പോൾ എന്താണ്, നമുക്ക് 2 രീതിയിൽ ഈ 40 വരയ്ക്കാൻ വേണ്ടി പറ്റും. കാരണം എന്താണ്, നമുക്ക് 2 സൈഡിലും 0 0 വെച്ചിട്ടുണ്ട്, മുകളിലും താഴെയുമായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയും 40 വരയ്ക്കാം, ഇങ്ങനെയും വരയ്ക്കാം, അതുപോലെ തന്നെ ഇങ്ങനെയും വരയ്ക്കാൻ വേണ്ടി പറ്റും. പക്ഷേ 2ൻ്റെ ആംഗിളും 40 ഡിഗ്രി കറക്റ്റ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. Then it is to draw and measure angles to the left the protractor as no round of number on top. അപ്പോൾ ഈ നമ്മുടെ എന്താ ചെയ്യേണ്ടത്, നമ്മളിതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരക്കുകയാണെങ്കിൽ അതിന് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊട്രാക്ടറിൽ മുകളിലും താഴെയും നമ്പേഴ്സ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റിൽ നിന്നും ആംഗിൾസ് വരക്കാം, റൈറ്റിൽ നിന്നും ആംഗിൾസ് വരക്കാം. പക്ഷേ അത് വരക്കുന്നത് കറക്റ്റായ രീതിയിൽ, ഇപ്പോൾ 10 ആണെങ്കിൽ 10 എവിടെയാണോ മെഷർ ചെയ്യുന്നത് അവിടെ നിന്ന് വരക്കുക എന്നുള്ളത് മാത്രം. അപ്പോൾ 2 സൈഡിലും അതുകൊണ്ടാണ് അത് നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുള്ളത്. Now let's see how we measure angles using a protractor. For example, see these angles. അപ്പോൾ എങ്ങനെയാണ് പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇത് നമ്മൾ
മെഷർ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഒരു ലൈൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ലൈന്, ഓക്കെ, ഇതാണ് ലൈന് എന്ന് വെക്കുക. ആ ലൈനിൽ നമ്മൾ പ്രൊട്രാക്ടർ കറക്റ്റായിട്ട് വെക്കുക. ഈ ഒരു ഇതാണ് നമ്മുടെ പോയിന്റ്. ഈ പോയിന്റിൽ പ്രൊട്രാക്ടറിൻ്റെ ഈ പോയിന്റ് കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 10, 20, 30, 40, 50. അപ്പോൾ 50 ആണെങ്കിൽ 50, ഓക്കെ, 50 ഡിഗ്രി അടയാളപ്പെടുത്തുക. അതേപോലെ തന്നെ ഇവിടുന്ന് നോക്കുക. അപ്പോൾ ഇത് ഏകദേശം 60 ഡിഗ്രിയിലാണ് വരുന്നത്. ഇത് 60 ആണ്, 60 ഡിഗ്രിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള ഈ ഒരു ഇതെന്ന് പറയുന്നത് ഇത് 50 ഡിഗ്രിയും ഇത് 60 ഡിഗ്രിയും ആയിരിക്കും. ഡോണ്ട് യു സീ ദാറ്റ് ആംഗിൾസ് ഓൺ ലെഫ്റ്റ് ഈസ് 50 ആൻഡ് ദ ആംഗിൾസ് ഓൺ ദ റൈറ്റ് ഈസ് 60. വി മാർക്ക് ദം ആസ് ഷോൺ ബിലോ. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് അവസാനം മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ അതിൽ എന്ത് ചെയ്യണം, പ്രൊട്രാക്ടർ വെച്ചിട്ട് എവിടെയാണോ 50 അത് മാർക്ക് ചെയ്തിടുക. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക. ഓൾറെഡി ഈ ലൈൻ നമ്മൾ ആദ്യം വരച്ചിരിക്കണം, അവിടെ ആയിരിക്കണം പ്രൊട്രാക്ടർ വെക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ലൈൻ ആദ്യം വരച്ചിട്ടുണ്ടായിരിക്കും. പ്രൊട്രാക്ടർ വെച്ചിട്ട് 60 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഈ ലൈന് ഇതുമായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഒരു ആംഗിൾസ് വരയ്ക്കേണ്ടത്. പ്രൊട്രാക്ടർ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇനി അടുത്തത് നോക്കൂ. നൗ ലെറ്റ്സ് ലുക്ക് ദ ആംഗിൾസ് വി കുഡിൻറ്റ് കമ്പയർ ഏർലിയർ. നമ്മൾ നേരത്തെ നോക്കിയാൽ നമ്മൾ പറഞ്ഞില്ല നമുക്കത് ഏതാണ് കൂടുതൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ നോക്കിയപ്പോഴാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ഇത് എത്രയാണ് കൂട്ടുകാരെ, ഇത് ഏകദേശം 50, ഏതാണ് 50ൻ്റെയും 60ൻ്റെയും ഇടയിലാണ് വരുന്നത്. അപ്പോൾ 55 ഡിഗ്രിയിലെ ആ സെൻറ്ററിലാണ് ഇത് വരുന്നത്. ഇതാണെങ്കിലോ ഇത് വരുന്നത് 50, 60ലാണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ആകെ ഒരു 5 ഡിഗ്രിയുടെയാണ് ഡിഫറൻസ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പിക്ചർ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റാതിരുന്നത്. വലിയ ഡിഫറൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള നമുക്ക് അത് എക്സാക്ട്ലി അതിൻ്റെ ആംഗിൾസ് മനസ്സിലാക്കിയാൽ മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. We can see the angles on the right is 60 degree. What about the angles of left? ഇവിടെ എന്താണ്, ഇത് 60 ഡിഗ്രി ആണ് നമ്മൾ പറഞ്ഞു. ഇത് എത്രയാണ്, ഇത് ബിറ്റ്വീൻ 50 and 60 ആണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് 55 കിട്ടിയത് എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ മുന്നേ ആയിട്ട് ഈ 0 കഴിഞ്ഞിട്ട് 10 വരെയുള്ളത്, ഓക്കെ, 0 കഴിഞ്ഞ് 10 വരെയുള്ളതിൻ്റെ ഇടയിൽ 10 ലൈൻസ് നമുക്ക് ഉണ്ടായിരിക്കും. അഥവാ ഓരോ ഡിഗ്രിയും ഇതിൽ മെഷർമെൻ്റ് ആണെന്ന് അർത്ഥം. ഇപ്പോൾ 5 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിത്തിരി വലുതുണ്ടായിരിക്കും, പിന്നെ അടുത്ത വലുത് 10ലായിരിക്കും. അപ്പോൾ ഇത് നിൽക്കുന്നത് ഏതാണ്, 5ലാണ്. ഇവിടെയാണ് 5ലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അത് 55 ആണെന്ന്. Then, do you see the all lines in the protractor which divide the gaps between the multiplies of 10 into the equal parts? Each of them shows a difference of 1 degree. നമ്മൾ പറഞ്ഞു തന്നെയാണ് എന്താണ് അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഓരോ ഡിഗ്രി വീതമായിരിക്കും. അപ്പോൾ അതാണ് 1 ഡിഗ്രി വ്യത്യാസത്തിലാണ് അത് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ 0 മുതൽ 10 വരെയുള്ളതിൽ 10 ഡിഗ്രിയാണ്. 10 മുതൽ 20 വരെയുള്ളത് എന്താണ്, 11 to 20 വരെയുള്ള ഡിഗ്രീസാണ് അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് in our picture the slender lines goes through the fifth slightly larger line between 50 and 60. അപ്പോൾ 50യുടെയും 60യുടെയും ഇടയിലുള്ള ഒരു സ്ലൈറ്റർ ലാർജറിലൂടെയാണ് അത് പോയിരിക്കുന്നത്. അത് 5നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളത് 55 എന്ന് പറഞ്ഞത്. So this angle is 55. Okay, now draw a line, place the square corner of the set square at once and draw a line. അപ്പോൾ എന്താണ്, ഇനി വരച്ചിട്ട് അതിൻ്റെ അറ്റത്ത് നമ്മൾ എന്ത് വെക്കണം, സ്ക്വയർ വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് സ്ക്വയർ അല്ലെങ്കിൽ മട്ടം എന്ന് പറയുന്നത്, മട്ടമൂല എന്ന് പറയുന്നത്. നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്, ലൈൻസ് മാച്ച് ഓഫ് ദ ലെസൺ ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്നുള്ളത് 5th ഗ്രേഡിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അത്. ഇതേപോലെയാണ് നമ്മൾ വെക്കേണ്ടത്. ആദ്യം നമ്മളൊരു സ്ട്രൈറ്റ് ലൈന് വരയ്ക്കുക, എന്നിട്ട് നമ്മുടെ സ്ക്വയർ ഇവിടെ വെച്ചിട്ട് അതിൻ്റെ സ്ട്രെയിറ്റ് നമ്മൾ വരച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇതേപോലെയുള്ള ഒരു ലൈന് കിട്ടും. ദെൻ മെഷർ ദിസ് ആംഗിൾ യൂസിങ് ദ പ്രൊട്രാക്ടർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ലൈനിൽ നമ്മൾ പ്രൊട്രാക്ടർ വെക്കുക, എന്നിട്ട് നമ്മളതിൻ്റെ മെഷർ കാണുക. അപ്പോൾ എവിടെയാണ് വരുന്നത്, ഇത് 90 ഡിഗ്രിയിലാണ് വരുന്നത്. ഓക്കെ, 90 ഡിഗ്രിയിലാണ് വരുന്നത്. ഓക്കെ, ഇവിടെ കണ്ടാൽ മനസ്സിലാവും 80, 100, അതിൻ്റെ സെൻറ്റർ 90. So the angle at a square corner is 90 degree. This angle is called a right angle. അപ്പോൾ എന്താ പറയുന്നത്, ഒരു സ്ക്വയർ വെച്ചിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അതിനെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നു. In pictures we mark a right angle like this. അപ്പോൾ എങ്ങനെയാണ് റൈറ്റ് ആംഗിൾ മാർക്ക് ചെയ്യുന്നത്, ഇതേ രൂപത്തിലാണ് നമ്മൾ റൈറ്റ് ആംഗിൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ,
ഇതേ രൂപത്തിൽ മാർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. എ ലൈൻ മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി വിത്ത് അനദർ ലൈൻ ഈസ് പേഡ് ടു ബി പെർപെൻഡിക്കുലർ ടു ദ ഫസ്റ്റ് ലൈൻ. എന്താ പറയുന്നത്? ഒരു 90 ഡിഗ്രിയിലുള്ള ഒരു ആംഗിൾ എന്ന് പറയുന്നത് അത് എപ്പോഴും ആ സ്ട്രെയിറ്റ് ലൈനിന് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും, അഥവാ ലംബമായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇത് ഒരു ലൈനാണെന്ന് വിചാരിക്കുന്നത്, ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അതിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആര് വരുന്നത്? 90 ഡിഗ്രി വരുന്നത്. ഓക്കെ, 90 ഡിഗ്രി വരുന്നത്. ഇങ്ങനെ നിവർന്ന് നിന്നാൽ മാത്രമേ അതിന് എന്ത് പറയുള്ളൂ? 90 ഡിഗ്രി എന്ന് പറയുള്ളൂ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൂട്ടുകാർ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കൺസെപ്റ്റാണ് എന്താണ് പെർപെൻഡിക്കുലർ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ പിക്ചർ ബിലോ ബോത്ത് ദ ഗ്രീൻ ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ദ ബ്ലൂ ലൈൻ. ഇവിടെ എന്താണ്? താഴെ നോക്കൂ നിങ്ങൾ, ഈ ബ്ലൂ ലൈനിൽ, ഇതാണ് ബ്ലൂ ലൈൻ എന്ന് പറയുന്നത്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ലൈനും വന്നിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഇത് രണ്ടും 90 ഡിഗ്രിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നു. ഇനി റെക്റ്റാങ്കിൾ, എനി പെയർ ഓഫ് സൈഡ്സ് വിച്ച് മീറ്റ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അഥവാ ഒരു റെക്റ്റാങ്കിൾ ഇത് റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഇത് എന്ന് പറയുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന 90 ഡിഗ്രിയാണ്. ഇത് ഇങ്ങോട്ട് പോവുകയാണെങ്കിലും ഇതും 90 ഡിഗ്രിയാണ്, പെർപെൻഡിക്കുലർ ആണ്. ഇങ്ങോട്ട് വരക്കുമ്പോൾ ഇവിടെ ഒരെണ്ണം കിട്ടുന്നു, നമുക്ക് ഇവിടെ ഒരെണ്ണം കിട്ടുന്നു. ഇതെല്ലാം എന്താണ്? ഈ 4 ആംഗിൾസും പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. ദെൻ ഡ്രോയിങ് ആംഗിൾസ്. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താണ്? ആംഗിൾസ് വരയ്ക്കാൻ വേണ്ടി പോവാണ്. നെക്സ്റ്റ്, ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ ഡ്രോ ആൻ ആംഗിൾ ഓഫ് സ്പെസിഫൈഡ് സൈസ് യൂസിങ് എ പ്രൊട്രാക്ടർ. ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് നിശ്ചിത അളവിൽ എങ്ങനെയാണ് നമ്മൾ ഇത് വരക്കുന്നത്, ഒരു ആംഗിൾ വരക്കുന്നത് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഹൗ ഡു വി ഡ്രോ ദ ആംഗിൾ ഷോൺ ഇൻ ദ പിക്ചർ. ഈ ഫിഗറിൽ കാണുന്നത് എത്രയാണ്? 40 ഡിഗ്രി ആണ്, അല്ലേ? 40 ഡിഗ്രിയിൽ ആംഗിൾ വരക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കണം. ഓക്കെ, ദെൻ ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും നമ്മുടെ പ്രൊട്രാക്ടർ വെക്കുക, എന്നിട്ട് നമ്മൾ അളക്കുക എവിടെയാണ് 40 എന്നുള്ളത്. ഇവിടെയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് വരയ്ക്കേണ്ടത്, കാരണം സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 40 അടയാളപ്പെടുത്തി കൊടുക്കുക നമ്മൾ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ പ്രൊട്രാക്ടർ അവിടെ നിന്നും മാറ്റിയിട്ട് റിമൂവ് ദ പ്രൊട്രാക്ടർ ആൻഡ് ജോയിൻ ദിസ് പോയിന്റ് ആൻഡ് ദ ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ് ഓഫ് ദ ഫസ്റ്റ് ലൈൻ ടു 40 ഡിഗ്രി. അതിനുശേഷം നമ്മൾ പോയിന്റ് ചെയ്തിട്ടുള്ള ഇതിലേക്ക് ഇവിടെ നിന്നും വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 40 ഡിഗ്രി കിട്ടും. ഇനി നമ്മൾ ഇപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക. ഇത് ഏകദേശം ഇവിടെയായിട്ട് 40 അടയാളപ്പെടുത്തുക, ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് തിരിച്ച് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് വരക്കാൻ വേണ്ടി പറ്റുന്നതാണ് എന്ന് നേരത്തെ പറഞ്ഞത്. ഇനി മെഷർ ദ മാർക്ക് ഈച്ച് ആംഗിൾ ബിലോ. ഈ ഓരോ ആംഗിളും നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മുടെ പ്രൊട്രാക്ടറിൻ്റെ പോയിന്റ് വെക്കുക. അതിനുശേഷം ഇത് അളക്കുക. ഇത് ഏകദേശം ഇപ്പോൾ ഒരു 70 അല്ലെങ്കിൽ 80 ആണ് വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് അളക്കുക, ഇത് അളന്ന് നോക്കിയിട്ട് എഴുതുക. ഇതും ഏകദേശം ഒരു 120 ഒക്കെ വരുന്നതാണ്. ഇനി അടുത്ത താഴേക്കും ഇതേപോലെ തന്നെയാണ്. ഇതെല്ലാം കൂട്ടുകാർ പ്രൊട്രാക്ടർ വെച്ചിട്ട് അളന്ന് എഴുതണം. ഇനി ഡ്രോ ദ പിക്ചേഴ്സ് ബിലോ ഇൻ ദ നോട്ട്ബുക്ക്. ഇവിടെ എന്താണ്? ആദ്യം നിങ്ങൾ 4 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് പ്രൊട്രാക്ടറിൻ്റെ പോയിന്റ് ഇവിടെ വെച്ചിട്ട് 50 ഡിഗ്രി അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം പ്രൊട്രാക്ടറിൻ്റെ പോയിന്റ് നേരെ ഇങ്ങോട്ട് വെക്കുക, എന്നിട്ട് 50 ഡിഗ്രി അടയാളപ്പെടുത്തുക. രണ്ടും കൂടി വരച്ചു കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ കൂട്ടിമുട്ടുന്നത് ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ കൂട്ടിമുട്ടുന്ന അതുവരെ നിങ്ങൾ വരയ്ക്കേണ്ടത്. ബാക്കിയുള്ളത് ഇറേസ് ചെയ്തിട്ട് കളയാം. അടുത്തത് 5 സെൻറ്റിമീറ്ററാണ് വരയ്ക്കേണ്ടത്. 5 സെൻറ്റിമീറ്റർ വരയ്ക്കുക. അതിനുശേഷം ഇവിടെ നമ്മുടെ സ്ക്വയർ വെച്ചിട്ട് എന്ത് ചെയ്യണം? 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഇവിടെ വെച്ചിട്ട് 30 ഡിഗ്രി അടയാളപ്പെടുത്തുക. രണ്ടും കൂടെ ഇതേ രീതിയിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. അടുത്തതും അങ്ങനെ തന്നെയാണ്. ഇവിടെ നിങ്ങൾ അവസാനം ഇത് മായ്ച്ചു കൊടുക്കുക. ഫസ്റ്റ് ഇത് വരച്ചു കൊടുക്കുക 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട്. എന്നിട്ട് ഇവിടുന്ന് 20 ഡിഗ്രി എടുക്കുക, ഇവിടുന്ന് 20 ഡിഗ്രി എടുക്കുക. അത് നേരെ താഴേക്ക് വെച്ചിട്ടും ഇതേപോലെ 20 ഡിഗ്രി എടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ഈ സെൻറ്ററിലെ ലൈന് മായ്ച്ചു കൊടുക്കുക. അടുത്തത് 5 സെൻറ്റിമീറ്റർ എടുക്കുക. 5 സെൻറ്റിമീറ്റർ എടുത്ത് ഇവിടെ നിന്നും 60 അടയാളപ്പെടുത്തി 60 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഇവിടെ നിന്നും 20 ഡിഗ്രി അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഈ ലൈന് 3 സെൻറ്റിമീറ്റർ ആയിരിക്കണം, ഇങ്ങോട്ട് വരക്കുന്നതും 3 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അതിനുശേഷം ഇത് രണ്ടും കൂടെ യോജിപ്പിച്ച് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് സർക്കിൾ ഡിവിഷനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഡിവിഷനിൽ ഈ സർക്കിളിൽ എങ്ങനെയൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എ പ്രൊട്രാക്ടർ ഈസ് എ സെമി സർക്കിൾ ദാറ്റ് ഈസ് ഹാഫ് എ സർക്കിൾ, റൈറ്റ്. എന്താണ് ഒരു സർക്കിൾ എന്ന് പറയുന്നത്?
ഇത്രയും ഉള്ളതാണ് ഒരു സർക്കിൾ എന്ന് പറയുന്നത് അല്ലേ. ഇതിൻ്റെ ഹാഫാണ് നമ്മുടെ പ്രൊട്രാക്ടർ എന്ന് പറയുന്നത്. ഇത് ഫുള്ള് കിട്ടണമെങ്കിൽ ഇങ്ങനെ താഴേക്ക് വരേണ്ടതാണ്. അപ്പോൾ ഈ പ്രൊട്രാക്ടർ എന്ന് പറയുന്നത് സെമി സർക്കിളാണ്. അതുകൊണ്ട് തന്നെ the small lines in it the very top divide the semicircle into 180 equal parts. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ സെമി സർക്കിളിനെ 180 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. That is, if the lines are extended to the center of the semicircles, we get a 180 angles of the same size. അപ്പോൾ നമ്മൾ ഒരു 180 കോണുകൾ വരക്കുകയാണെങ്കിൽ ഒരു ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി വെച്ച് വരക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 180 കോൺസ് അതിൽ നിന്നും 180 ആംഗിൾസ് അതിൽ നിന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. വി ഹാവ് ഓൾറെഡി മെൻഷൻ ദാറ്റ് ദ സൈസ് ഓഫ് ഈച്ച് ഓഫ് ദീസ് ആംഗിൾസ് 1 ഡിഗ്രി. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓരോന്നിൻ്റെയും ആംഗിൾസ് എന്ന് പറയുന്നത് 1 ഡിഗ്രി ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. Thus, if in a semicircle we draw 181 equally spaced radii, then the angle between two nearby radii would be 1 degree. അഥവാ ഇപ്പോൾ നമ്മൾ ഈ ഒരു സെമി സർക്കിളിൽ 181 വരക്കുകയാണെങ്കിൽ, റേഡിയസ് വരക്കുകയാണെങ്കിൽ അവിടെ എന്താണ് ഒരേ അകലത്തിലായിരിക്കും വരക്കുന്നത് അല്ലേ. അപ്പോൾ തൊട്ടടുത്തുള്ള റേഡിയസിൻ്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ഡിഗ്രി ആയിരിക്കും അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. Then this is usually stated in the terms of full circle instead of semicircle. ഇനി നമ്മൾ സെമി സർക്കിൾ അല്ല ഒരു ഫുൾ സർക്കിൾ ആണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക? നമ്മൾ പറഞ്ഞു ഇത് മുതൽ ഇതുവരെ 180 ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇങ്ങോട്ടും എന്ത് വരും? 180 വരും. അപ്പോൾ 180 എന്ന് പറയുന്നത് 360 ആയിരിക്കും. അപ്പോൾ നമുക്ക് 360 ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് വരക്കാൻ വേണ്ടി പറ്റും. If in a circle 360 equally spaced radii are drawn, then the angle between any two nearby radius is 1 degree അല്ലേ. നമ്മൾ പറഞ്ഞു 360 വരക്കുമ്പോൾ ഓരോന്നും 1 ഡിഗ്രിയിൽ ആയിരിക്കും. The sides of a 1 degree angle are very close to each other, right അല്ലേ. ഓരോന്നും 1 ഡിഗ്രി ആകുമ്പോൾ വളരെ അടുത്തായിരിക്കും. നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. To see the angle we will have to extend the sides equally quite a bit. അപ്പോൾ നമ്മൾ കുറേ നീട്ടി വരയ്ക്കുമ്പോഴുള്ള ഒന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് ഇത്രയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല, വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. Then what we have said about, can we put the other way round? In a circle we can draw 360 radius 1 degree apart and they divide the circle into 360 equal parts. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു സർക്കിൾ ആണെങ്കിൽ അതിൻ്റെ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് എത്ര വരക്കാം? അതിൻ്റെ സെൻറ്ററിൽ നിന്നും നമുക്ക് 1 ഡിഗ്രി ഇടപെട്ട് കണ്ട് 1 ഡിഗ്രി ഡിഫറൻസിൽ 360 വരെ വരക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതിൻ്റെ 360 പാർട്സ് നമുക്ക് ആക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ 10 ഡിഗ്രിയിലാണ് വരക്കുന്നത് എങ്കിൽ എത്ര എണ്ണം പറ്റും കൂട്ടുകാരെ? 10 ഡിഗ്രിയിൽ വരച്ചിട്ടുള്ളതാണ് ഇവിടെ. 10 ഡിഗ്രിയിൽ വരക്കുമ്പോൾ നമുക്ക് 36 എണ്ണം വരക്കാൻ വേണ്ടി പറ്റും. 36 വരക്കാൻ വേണ്ടി പറ്റും. Then we get 36 radius which divide into the circle into 36 equal parts. അപ്പോൾ നമുക്ക് 36 ഈക്വൽ പാർട്സ് ആയിട്ട് ഇത് എണ്ണി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 1 2 3 എന്ന് പറഞ്ഞ് എണ്ണിക്കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ നമുക്ക് 36 എന്ന് കിട്ടും. അപ്പോൾ 36 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് ആൻഡ് റേഡിയസ് 60 അപ്പാർട്ട്. ഇനി നമ്മൾ 60 ഡിഗ്രിയിലാണ് എടുക്കുന്നത് എങ്കിൽ എത്രയാവും? ആദ്യം നമ്മൾ ഒരു 60 ഡിഗ്രിയിൽ എടുത്തു. ഓക്കെ, പിന്നെ 60 ഡിഗ്രി എടുക്കുമ്പോൾ എത്രയാവും? 120 ആവും. പിന്നെ 60 ഡിഗ്രി എടുക്കുമ്പോൾ 180 ആവും. പിന്നെ 60 ഡിഗ്രി എടുക്കുമ്പോഴോ 180ഉം പിന്നെ എത്രയാണ് 240 കിട്ടും അല്ലേ. പിന്നെയോ പിന്നെ നമ്മൾ ഒന്നും കൂടെ വരക്കുമ്പോൾ 300 അല്ലേ, 300 കിട്ടും. പിന്നെ വരക്കുമ്പോൾ 360 കിട്ടും. അപ്പോൾ എത്രയായി? 1 2 3 4 5 6 എണ്ണം നമുക്ക് വരക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെ വരച്ചിട്ടുള്ളതാണിത്. സിൻസ് 360 ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി. വി ഗെറ്റ് 6 റേഡിയസ് ആൻഡ് 6 ഈക്വൽ പാർട്സ് ഓഫ് ദ സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ 1 2 3 4 5 6 ഈക്വൽ പാർട്സ് ആയിട്ട് നമുക്ക് കിട്ടും. ദെൻ if we join the ends of these radius we get a 6 radius figure. അപ്പോൾ നമ്മൾ ഇതേപോലെ നേരത്തെ വരച്ച പോലെ വരക്കുകയാണ്. 6 പാർട്സ് എടുത്ത് വരക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇത് എന്ത് ചെയ്യാണ്? ഇതിൻ്റെ ഈ എഡ്ജസ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ എഡ്ജസുകൾ തമ്മിൽ ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കാം. റിമെമ്പർ ഡ്രോയിങ് ദിസ് ഫിഗർ യൂസിങ് 3 സർക്കിൾസ് ഇൻ എ ക്ലാസ് 5. ഇതേപോലെ നമ്മൾ 5ാം ക്ലാസ്സിൽ 5 എണ്ണം ആയിട്ട് വരച്ചിട്ടുണ്ട്. അപ്പം 5ാം ക്ലാസ്സിൽ വരച്ച ചിത്രങ്ങൾ കുറേ കൂടി എളുപ്പമായിരുന്നു അല്ലേ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കുറേ കൂടി എളുപ്പമായിരുന്നു. ഇനി വാട്ട് ഇഫ് വി
വാണ്ട്സ് ടു ഡ്രോ എ 5 sides ഓഫ് ഫിഗർ. ഇനി നമ്മൾ 6 ആണ് നേരത്തെ വരച്ചത്, ഇനി 5 എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 316നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 72 എന്ന് കിട്ടും. അപ്പോൾ 72 വെച്ചിട്ട് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് 1 2 3 4 5 ഈക്വൽ പാർട്സ് കിട്ടും. ആ ഈക്വൽ പാർട്സിനെയും നമുക്ക് ഇതേപോലെ തന്നെ ഇതിൻ്റെ എഡ്ജുകൾ വെച്ച് ജോയിൻ ചെയ്ത് ഇത് എന്ത് ചെയ്യണം? ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു വേറൊരു പിക്ചർ നമുക്ക് കിട്ടുന്നതാണ്. To get the figure upright without tightening, first draw a horizontal radius and a radius making the angle of 90 degree minus 72 degree 80 degree with each. The radius 72 degree apart can be drawn. അപ്പോൾ നമ്മൾ എന്താണ് ഇത് ശരിയാതെ നേരെ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആദ്യം 90 ഡിഗ്രിയെ അതിൽ നിന്നും 72 ഡിഗ്രി മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 18 ഡിഗ്രി കിട്ടും. ഓക്കെ, 18 ഡിഗ്രി ആദ്യം നമ്മൾ വരക്കുക, എന്നിട്ട് അതിന് ശേഷം നമ്മൾ 72 ഡിഗ്രി ഈക്വൽ പാർട്സ് ആക്കി വരച്ചു കൊടുത്താലും മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ വർക്ക്സ് നോക്കാം. ഇൻ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് below calculate that fractions of the circle are the yellow and green parts. ഇവിടെ എന്താണ് കുറച്ച് സർക്കിൾസ് വന്നിട്ടുണ്ട്. ഇതിൽ യെല്ലോ പാർട്സും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രീൻ പാർട്സും തമ്മിലുള്ള ഫ്രാക്ഷൻ ആണ് നോക്കേണ്ടത്. ഓക്കെ, ഫ്രാക്ഷൻ നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പിക്ചറിൽ യെല്ലോ പാർട്ട് നോക്കാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത്. ഫസ്റ്റിലെ യെല്ലോ പാർട്ട്. ഓക്കെ, യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് ഇത് എത്രയാണ്? 20 ഡിഗ്രി ആണ് അല്ലേ? 20 ഡിഗ്രി ആണ്. ഇത് മൊത്തം നമുക്കറിയാം 360 ആണ്. അപ്പോൾ ആദ്യം എഴുതേണ്ടത് 20 ഡിവൈഡഡ് ബൈ 360. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ സീറോയും വെട്ടിക്കളയാം അല്ലേ? ഇനി എന്താണുള്ളത്? 2/36 ആണുള്ളത്. അപ്പോൾ ഇതിൽ രണ്ടിനും പോകുന്ന കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 2 ആണല്ലേ? അപ്പോൾ നമുക്ക് 36 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കാം. എത്ര കിട്ടും? 1 പോവും. 1 ഇൻറ്റു 2 2 ആണ്. ഇനി 1 ബാലൻസ്. പിന്നെ എന്താ ഉള്ളത്? 6ൽ എത്ര പോവും? 8 പോവും അല്ലേ? അപ്പോൾ 80 0 ആയിട്ട് കിട്ടി. അപ്പോൾ എത്രയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്? നമുക്ക് കിട്ടി 1/8 ആണല്ലേ? 1/8 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ ഒന്നാമത്തേത് ഇതെന്ന് പറയുന്നത് 1/8 ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്രീൻ എത്രയായിരിക്കും? ഗ്രീൻ പാർട്ട് എന്ന് പറയുന്നത് ആകെ 18 ആണുള്ളത്. അതിലെ 1 എന്ന് പറയുന്നതാണ് യെല്ലോ. അങ്ങനെയാണെങ്കിൽ 70 പാർട്ടും എന്താണ്? ഗ്രീൻ ആണ്. അപ്പോൾ 70 ഡിവൈഡഡ് ബൈ 18 എന്ന് വരും. ഇനി അടുത്തത് രണ്ടാമത്തെ പിക്ചർ നമുക്ക് നോക്കാം. ഓക്കെ, സെക്കൻഡ് വൺ ആണ്. സെക്കൻഡ് വണ്ണിലെ യെല്ലോ പാർട്ടാണ്. ഇത്രയും 24 ആണല്ലേ? അപ്പോൾ നമ്മൾ എഴുതേണ്ടത് 24 ഡിവൈഡഡ് ബൈ 360 എന്ന് എഴുതി കൊടുക്കുക. ഇനി എന്ത് ചെയ്യണം നമ്മൾ? 360യും 24ഉം പോകുന്നത് 6ൽ അല്ലേ? 6ൽ നമുക്ക് 360 നോക്കാവുന്നതാണ്. 360 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം? 6 എത്ര പോവും? 6 16. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 16 ആണെന്ന് മനസ്സിലായി അല്ലേ? 316 എന്ന് പറയുന്നത് 16 പാർട്സ് ആണെന്ന് മനസ്സിലായി. ഇനി 24ൽ എത്ര പോകും എന്ന് നോക്കാം. 24 ഡിവൈഡഡ് ബൈ എത്ര കൊടുക്കണം? 6 എത്ര പോവും? 4 ആണല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി 4 ഡിവൈഡഡ് ബൈ 16 ആണ്. ഇനി നമുക്ക് ഇതിനെ വീണ്ടും കുറക്കാൻ വേണ്ടി പറ്റില്ലേ? ഈ 16 നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ടൊന്ന് ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 6ൽ 1 പ്രാവശ്യം പോവും. 6 ബാക്കി ബാലൻസ് എത്രയാണുള്ളത്? സോറി 4 ദെൻ 2 20ൽ എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം പോവും അല്ലേ? അപ്പോൾ എത്ര ചെയ്യാൻ നമുക്ക്? 1/15 എന്ന് കിട്ടി. അപ്പോൾ യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് 1/15 ആണ് അല്ലേ? യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് 1/15 ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്രീൻ പാർട്ട് എത്രയാണ്? ഗ്രീൻ പാർട്ട് എത്ര ഉണ്ടായിരിക്കും? 14 ഡിവൈഡഡ് ബൈ 15. അതിൻ്റെ 14 ഭാഗങ്ങളും ഗ്രീൻ പാർട്ട് ആയിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് മൂന്നാമത്തേതാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് എത്രയാണുള്ളത്? 54 ആണുള്ളത് അല്ലേ? 54 ആണ് മൂന്നാമത്തേത് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് നമുക്ക് താഴെ എഴുതി കൊടുക്കാം. ഇതിലെ യെല്ലോ പാർട്ട് നോക്കാം. 54 ഡിവൈഡഡ് ബൈ 360 അല്ലേ? ഇനി 360 നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ മനസ്സിലായി ഇത് രണ്ടും പോകുന്നത് 6ൽ പോകുന്നതാണ്. അപ്പോൾ 16 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ നമുക്ക് കിട്ടി എത്രയാണ്?
ഇനി 54-ൽ എത്ര പ്രാവശ്യം പോകും കൂട്ടുകാരെ? 54-ൽ 6 എത്ര തവണ പോകും? 9 തവണ പോകും അല്ലേ? 9 തവണ പോകും. ഇനി ഇത് രണ്ടും കൂടി പോകുന്ന ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 3 ആണല്ലേ? അപ്പോൾ 9-ൽ 3 എന്ന് പറയുന്നത് 3 ടൈം പോകും, 16-ൽ 20 ടൈംസ് പോകും. അപ്പോൾ 3/20 എന്ന് കിട്ടി. ഇനി നമുക്ക് സുഖമായിട്ട് ഗ്രീൻ പാർട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഗ്രീൻ പാർട്ട് എന്ന് പറയുന്നത് എത്രയാണ്? ഇതിലെ 3 ഭാഗവും യെല്ലോ പാർട്ടാണ് അല്ലേ? 3/20. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 17 ഉണ്ട്. 70/20 ആണ് ഗ്രീൻ പാർട്ട് എന്ന് പറയുന്നത്. കൂട്ടുകാർക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് പോവാം. നെക്സ്റ്റ് വണ്ണിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് വണ്ണും ഇതേപോലെ തന്നെ 3 കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തേത് ഇതിനെ 1 എന്ന് എടുക്കുകയാണ്. ഒന്നാമത്തേതിലെ യെല്ലോ പാർട്ടാണ് നോക്കുന്നത്. 80 ആണുള്ളത്. 80/360. ഇതിൽ നമുക്ക് ഈ 0-0 വെട്ടിപ്പോവാം. ബാക്കിയുള്ളത് എത്രയാണ്? 8-ഉം 36-ഉം ആണുള്ളത്. 8, 36 ആണുള്ളത്. ഇത് രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാം? 2/9 ആണ് 8, 36 എന്ന് പറയുന്നത് അല്ലേ? ഇനി ഇതിലെ ഗ്രീൻ പാർട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. ഗ്രീൻ പാർട്ട് എന്ന് പറയുന്നത് ആകെ 9 ആണുള്ളത്. അതിൽ 2 പാർട്സും യെല്ലോ ആണ്. ബാക്കിയുള്ളത് 7 ആണുള്ളത്. 7/9 എന്ന് പറയുന്നതാണ് ഗ്രീൻ പാർട്ട്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എത്രയാണ്? 108 ആണല്ലേ? 108 ആണുള്ളത്. ഇനി ഇതിൽ ഓരോന്നും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് രണ്ടാമത്തേതിലെ യെല്ലോ. 108/306. ഇതിൽ 108 പോകുന്നത് നമുക്ക് പെട്ടെന്ന് കാണുന്നത് 2-ലാണ് പോകുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 108-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10-ൽ എത്ര പ്രാവശ്യം പോകും? 5 പോവും. ഇനി 10 ബാക്കി 8 ആണുള്ളത്. 8-ൽ 4 ടൈം പോവും. അപ്പോൾ 54 എന്ന് കിട്ടും അല്ലേ? ഇനി 360-നെ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര പ്രാവശ്യം പോകും കൂട്ടുകാരെ? 3-ൽ 1 ടൈം പോവും. 2. ഇനി ബാക്കി 1 ബാലൻസ് ഉണ്ട്. 6-ൽ എത്ര പ്രാവശ്യം പോകും? 8 തവണ പോകും. ഓക്കെ, ബാക്കി 0 നമ്മൾ മേലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് 54/180 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വീണ്ടും ചെറുതാക്കാൻ വേണ്ടി പറ്റുന്നതാണല്ലേ? 180-നെ നമുക്ക് എന്ത് ചെയ്യാം? 6 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 30 എന്ന് കിട്ടും. 30 എന്ന് ഉത്തരം കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി 54-ൽ എത്ര പ്രാവശ്യം പോകും? 54-ൽ 9 ടൈം പോകും അല്ലേ? 9. അപ്പോൾ 9/30 എന്ന് കിട്ടി. ഇനി ഇതിൽ നമുക്ക് 3 കൊണ്ട് ചെയ്യുമ്പോഴോ? 3 കൊണ്ട് പോകുമ്പോൾ 3/10 എന്ന് കിട്ടും. അപ്പോൾ യെല്ലോ പാർട്ട് ഇതിൽ 3/10 ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്രീൻ പാർട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഗ്രീൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിരിക്കും 7/10 ആയിരിക്കും. മനസ്സിലായില്ലേ? ഇനി അവസാനത്തേതാണ് നമുക്ക് നോക്കാനുള്ളത്. അവസാനത്തേതിൽ എത്രയാണ്? 150 ആണുള്ളത് അല്ലേ? മൂന്നാമത്തേതിൽ യെല്ലോ 150/360. ഓക്കെ, ഇനി ഇതിലെ ഈ 0-0 വെട്ടിപ്പോവുക. ബാക്കിയുള്ളത് എത്രയാണ്? 50/36 ആണുള്ളത്. 36-നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 36/3 എത്രയാ? 1, 3. 6-ൽ എത്ര പ്രാവശ്യം പോകും? 2 അഥവാ 12 കിട്ടും അല്ലേ? അപ്പോൾ 12 കിട്ടും. 15-ൽ എത്ര പ്രാവശ്യം പോകും? 5 ടൈംസ് പോകും അല്ലേ? അപ്പോൾ 5/12 എന്ന് കിട്ടും. ഇനി ഇതിൽ ഗ്രീൻ പാർട്ട് കണ്ടുപിടിക്കാൻ സുഖമല്ലേ? ഗ്രീൻ പാർട്ട് എത്രയായിരിക്കും? 7/12. ഓക്കെ, 7/12 എന്ന് കിട്ടും. ഇനി ഈ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സെക്ഷനാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ, മാർക്ക് ഈച്ച് ഓഫ് ദ ഫ്രാക്ഷൻസ് ബിലോ ആസ് പാർട്ട് ഓഫ് ദ സർക്കിൾ ആൻഡ് കളർ ഓഫ് ദ പിക്ചേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. നേരത്തെ പറഞ്ഞത് നമുക്ക് ആംഗിൾസ് തന്നിട്ട് അതിൻ്റെ ഫ്രാക്ഷൻ നോക്കാനായിരുന്നു. ഇത് ഫ്രാക്ഷൻ തന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് അതിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 3/8 ആണ് അല്ലേ? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 3/8 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 3/8-നെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഏതിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? 360-യിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 360-യും 80-യും കൂടെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 360 ÷
8 ചെയ്ത് നോക്കുക. എത്ര കിട്ടും? 36ൽ 4 ടൈംസ് പോവും. 32 ബാലൻസ് എത്ര ഉണ്ട്? 4 0 40ൽ 5 ടൈംസ് പോവും. അപ്പോൾ 45 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ നമ്മൾ 45 പിന്നെ ഇവിടെ ബാലൻസ് ഉള്ളത് 3 ആണ്. അപ്പോൾ 3 × 45 എന്ന് എഴുതി കൊടുക്കുക. ഇനി നമ്മൾ 45 × 3 ചെയ്ത് നോക്കുക. എത്രയാണ് ഉത്തരം? 135 ആണ്. ഓക്കെ, 135. അപ്പോൾ 135ലാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിളിൽ നിന്നും പ്രൊട്രാക്ടർ വെച്ചിട്ട് 135 അടയാളപ്പെടുത്തുക. ഏകദേശം ഇവിടെയൊക്കെ ആയിട്ട് വരും. അപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്? ഓക്കെ, ഇനി രണ്ടാമത്തേത് നോക്കാം. രണ്ടാമത്തേത് 2/5 ആണ്. 2/5 × 360 ചെയ്യാം. ഇവിടെയും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതേപോലെ തന്നെ ചെയ്തു നോക്കണം അല്ലേ? ആദ്യം ചെയ്യേണ്ടത് 360യെ എന്ത് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര കിട്ടും? 36ൽ 7 ടൈം പോവും. 35 ബാക്കി 1 10ൽ എത്ര പ്രാവശ്യം പോവും? 2 ടൈംസ് പോവും. അപ്പോൾ 72 എന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ബാക്കി എന്ത് ചെയ്യണം? 2 × 72 ചെയ്ത് നോക്കുക. അപ്പോൾ ആൻസർ ആയിട്ട് 144 എന്ന് കിട്ടും. അപ്പോൾ 144 ഡിഗ്രിയിൽ നേരത്തെ പറഞ്ഞ പോലെ അതും വരച്ചു കൊടുക്കാം. ഇനി മൂന്നാമത്തേത് നോക്കാം. മൂന്നാമത്തേത് എന്ന് പറയുന്നത് എത്രയാണ്? 4 / 9 ആണല്ലേ? 4 / 9 × 360 ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് 360യെ നമ്മൾ എന്ത് ചെയ്യണം? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 40 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, 40. അപ്പോൾ അതിവിടെ എഴുതുക. ബാക്കിയുള്ളത് 4 ആണ്. 4 × 40 എന്ന് പറയുന്നത് എത്രയാണ്? 160 ആണ്. അപ്പോൾ 160 ഡിഗ്രി എന്ന് കിട്ടും. ഇനി അടുത്തത് 4th വണ്ണാണ് നോക്കാനുള്ളത്. 4th വൺ എന്ന് പറയുന്നത് 5 / 12 ആണല്ലേ? 5 / 12 ആണ്. അപ്പോൾ അത് ഇതുപോലെ എഴുതുക. 5 / 12 × 360. എന്നിട്ട് 360 / 12 ചെയ്യുക. 300 / 12 എത്രയാണ്? 30 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ 5 × 30 എന്ന് പറഞ്ഞാൽ 150 ആണ്. 150 ഡിഗ്രി വെച്ചിട്ട് വരച്ചു നോക്കുക. ഇനി 5th വൺ എന്ന് പറയുന്നത് 5 × 24 ആണല്ലേ? 5 × 24 ആണ്. 5 / 24. 5 / 24 × 360. ആദ്യം എന്ത് ചെയ്യണം? 360യെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 24 1. ബാക്കിയുള്ളത് എത്രയാണ്? 12 120ൽ 5 ടൈംസ് പോവും. സോ 15 എന്ന് കിട്ടി. സോ ആൻസർ എന്ന് പറയുന്നത് 5 × 15 ആണ്. 5 × 15 എന്ന് പറഞ്ഞാൽ എത്രയാ? 75 ഡിഗ്രിയാണ്. അപ്പോൾ 75 ഡിഗ്രിയിൽ അത് വരച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് നിങ്ങളിത് വരയ്ക്കേണ്ടത്. ഓരോന്നും ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ പിക്ചേഴ്സ് ബിലോ എന്നുള്ളതാണ്. ഈ പിക്ചേഴ്സ് നമുക്ക് വരച്ചു കൊടുക്കണം. ഇവിടെ നമ്മൾ 1 2 3 4 5 ആണ്. 5 പാർട്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ 360 / 5 ചെയ്ത് നോക്കുക. അപ്പോൾ 72 ഡിഗ്രി എന്ന് കിട്ടും. അത് വെച്ചിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ എന്ത് ചെയ്യുക? വരച്ചു കൊടുത്തതിൻ്റെ ആംഗിൾസ് ഇങ്ങനെ ഇവിടെ നിന്നും ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 ഇതും എന്താണ്? 72 ഡിഗ്രിയിൽ വരച്ചതാണ്. ഇതേപോലെ വരച്ചു കൊടുക്കുക. അവസാനം ഇതുപോലെ ജോയിൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ഈ സെൻറ്ററിലും ഇതേപോലെ ഈ പോയിന്റുകൾ തമ്മിൽ നിങ്ങൾ യോജിപ്പിച്ച് ഒരു സ്റ്റാർ പോലെ ആക്കി കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് വണ്ണ് വരുന്നത്. നെക്സ്റ്റ് വണ്ണും 2 3 4 ആണ്. അപ്പോൾ 360യെ 4 പാർട്സ് ആക്കിയിട്ട് ചെയ്തു നോക്കുക. ഓക്കെ, അപ്പോൾ ഓരോന്നും അതേ രീതിയിൽ ചെയ്തു നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇതോടുകൂടി ഇത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓരോ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. സബ്ജക്റ്റ് വൈസ് ആയിട്ട്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.